ഹായ് 2025 ആദ്യത്തെ സിനിമ കണ്ടിരിക്കുകയാണ്. ഐഡൻറ്റിറ്റി ടൊവിനോ തോമസ്, വിനയ് റായ് എന്നിവർ അഭിനയിച്ച ഐഡൻറ്റിറ്റി. ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയത് ട്രെയിലറാണ്. ട്രെയിലർ കണ്ട് ശരിക്കും ഒരു പാൻ ഇന്ത്യൻ ലെവലിലുള്ള ഒരു ഹൈ ക്വാളിറ്റി ത്രില്ലർ പ്രതീക്ഷയാണ് പോയത്. അപ്പോൾ ഐഡൻറ്റിറ്റി കണ്ടു. ഐഡൻറ്റിറ്റി തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നോ എന്നുള്ളത് പറയാം. വൻ പ്രതീക്ഷയിലാണ് പോയത്. എന്തെങ്കിലും സ്പെഷ്യലായ സിനിമയിലുണ്ടാകും എന്നുള്ള രീതിയിലാണ് പോയത്. ഐഡൻറ്റിറ്റി കണ്ടു. ഐഡൻറ്റിറ്റിയിൽ ഞാൻ ആദ്യം സിനിമയുടെ കുറച്ച് പോസിറ്റീവ്സ് പറയാം. പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ മേക്കിംഗ് ആണ്. വൈഡ് ആംഗിൾ ലെൻസിൽ ഒരു പ്രത്യേകതരം ക്യാമറ വർക്ക്, ഭയങ്കരമായിട്ടുള്ള ഒരു സൗണ്ട് മിക്സ്, പിന്നെ ടെക്നിക്കലി പക്ക, ഒരു പ്രശ്നവുമില്ല. ഒരിക്കലും അതൊരു മലയാള സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പോലും തോന്നാത്ത വിധത്തിലുള്ള ക്യാമറ വർക്ക്, സൗണ്ട് മിക്സിങ്, മറ്റു കാര്യങ്ങൾ എല്ലാം പല സീനുകളും. പ്രത്യേകിച്ച് പറഞ്ഞാൽ അവസാനത്തെ ഒരു 20 മിനിറ്റുണ്ട്. അത് ഒരിക്കലും ഒരു മലയാള സിനിമ, അത് അണിയറ പ്രവർത്തകർ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും ഒരു മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു 20 മിനിറ്റാണ് ഏറ്റവും ലാസ്റ്റത്തെ 20 മിനിറ്റ്. എസ്പെഷ്യലി ഏറ്റവും കിടിലം എന്ന് എനിക്ക് തോന്നിയത് ആ ക്ലൈമാക്സ് ഫൈറ്റാണ്. ക്ലൈമാക്സിലൊരു അത്യുഗ്രൻ ഫൈറ്റുണ്ട്. ഒരു വേറെ ലെവലാണ്. അതൊരു ഹിന്ദി സിനിമയോ ഒരു തമിഴ് സിനിമയിൽ പോലും ഇത്രയും കിടിലം ഫൈറ്റ് വന്നിട്ടുണ്ടായിരിക്കില്ല. ഫൈറ്റിലൊക്കെ മലയാളം ഭയങ്കര ലെവലിലൊക്കെ ഇത്തിയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇത്രയും മാത്രമാണ് എനിക്ക് ആ സിനിമയിൽ തോന്നിയ പോസിറ്റീവ്സ്. ഐഡൻറ്റിറ്റി കണ്ടു തുടങ്ങി ഇൻ്റർവെല്ല് വരെയായി. അപ്പോൾ തന്നെ അസാധാരണമായ സ്റ്റൈലിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. പക്ഷേ അത് പറയുന്ന കഥ എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ കണ്ടു മടുത്ത ഒരു സ്റ്റൈലിലുള്ള ഒരു കഥയാണ്. ഭയങ്കരമായ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കരമായ സംഭവങ്ങളോ ഒന്നുമില്ല. അതിൽ കാണിക്കുന്ന കൊച്ചു സംഭവങ്ങളെ വരെ ബൂസ്റ്റ് ചെയ്ത് എന്തോ ആണെന്നുള്ള രീതിയിൽ കാണിക്കുന്നു. പക്ഷേ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അതാണ് ഇൻ്റർവെല്ല് വരെ ഒരു സാധാരണ കഥയെ അസാധാരണമായ രീതിയിൽ ഭയങ്കര സ്റ്റൈലിഷായിട്ട് എന്തൊക്കെയോ ആണെന്നുള്ള രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു ഫീലായിരുന്നു തോന്നിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇൻ്റർവെല്ല് കഴിഞ്ഞ് സിനിമ തുടങ്ങി. പിന്നെ അങ്ങോട്ട് പോയി കുറേ ട്വിസ്റ്റും ടേണുകളും കാര്യങ്ങളൊക്കെ ആയി. പ്ലോട്ട് അങ്ങനെ മാറി. പിന്നെ അങ്ങോട്ട് പോകും തോറും വട്ടുപിടിപ്പിക്കുന്ന രീതിയിലാണ് കഥ പോയത്. സത്യം പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും തലയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഭയങ്കരമായ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള മൊത്തത്തിലൊരു കുളമായ ഒരവസ്ഥ. ആ ഒരവസ്ഥയാണ് അവസാനം ഫീൽ ചെയ്തത്. ജസ്റ്റ് ഒരു എബോ ആവറേജ് ഓഡിയൻസിന് പോലും അതിൻ്റെ എന്താണ് അതിൽ പറഞ്ഞു വരുന്നത് എന്നൊന്നും മനസ്സിലാവില്ല. കാരണം 100 കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. എല്ലാം വായിലൂടെയുള്ള വർത്തമാനത്തിലൂടെയുള്ള കഥ പറച്ചിലാണ്. ഈ കാണിച്ചു തരുന്ന കാര്യങ്ങളല്ല. ഇങ്ങനെ ഓരോരുത്തരുടെ പേരുകൾ പറയുന്നു. മൊത്തത്തിൽ നമ്മളിങ്ങനെ പൂശി ഇല്ലാതാക്കിയ ഒരു കരകൗശല വസ്തു എന്നുള്ള രീതിയിൽ അങ്ങനെ മിനുക്കി ഇല്ലാതാക്കിയ ഒരു ഹൈടെക് സിനിമയാണ് ഐഡൻറ്റിറ്റി എന്നുള്ള രീതിയിൽ തന്നെ പറയാം. അതിനപ്പുറം വേറൊന്നുമില്ല. എനിക്ക് മൊത്തത്തിൽ സിനിമ കണ്ടിറങ്ങി വട്ടായി വന്നൊരവസ്ഥയാണ്. ഒരു സാധാരണക്കാർക്ക് മൊത്തത്തിൽ അത് തന്നെയായിരിക്കും അനുഭവം. പിന്നെ ഇതിൻ്റെ കഥ ചകഞ്ഞ് കണ്ടുപിടിക്കാൻ ഒന്നും നമുക്ക് തോന്നത്തില്ല. കാരണം ഈ ഒരു സിനിമയുടെ ക്വാളിറ്റി മൊത്തത്തിൽ നമുക്ക് ഒട്ടും ഇമ്പ്രസീവ് അല്ലാതെ തോന്നും. ഇപ്പോൾ വേറെ ഏതെങ്കിലും ചില സിനിമകളാണെങ്കിൽ എന്താണ് ഈ പറഞ്ഞത്, എന്താണിത്, അങ്ങനെ എനിക്കൊന്നുമില്ല, എൻ്റെ തലയ്ക്കകത്തൊന്നുമില്ല. കണ്ട് വട്ടായി ഒരവസ്ഥ. പക്ഷേ ആകെപ്പാടെ ഒരു ആശ്വാസം അതിൻ്റെ ക്ലൈമാക്സിലുണ്ടായിരുന്നൊരു ഫൈറ്റാണ്. അതൊരു എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് ആയിരുന്നു. ഫൈറ്റിൻ്റെ കാര്യത്തിൽ മലയാളം വളരെ മുന്നിലാണ്. അതൊക്കെ 2024 കൂടി പല സിനിമകളിൽ, ഖൽബ് എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു തിയേറ്റർ ഫൈറ്റ്, പിന്നെ മുറ എന്ന സിനിമയിലെ ഫൈറ്റ്, മാർക്കോയിലെ ഫൈറ്റ്, അങ്ങനെ നോക്കിയാൽ ഇതിലെ ഫൈറ്റ്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മടിയോടെ ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു ഫൈറ്റ് എന്ന് പറയുന്നത് മലയാള സിനിമയിൽ. ആക്ഷൻ സീനുകൾ അതിൽ ഇപ്പോൾ തമിഴ് സിനിമയെ പോലും കടത്തിവിട്ടുന്ന രീതിയിലുള്ള ആക്ഷൻ രംഗങ്ങൾ വന്നു തുടങ്ങി. അതിൽ അങ്ങനെ ഒരു സീൻ ഈ സിനിമയിലുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മേക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മലയാള സിനിമയാണെന്ന് തോന്നാത്ത വിധത്തിലുള്ള മേക്കിംഗ്, ഒരു പാൻ ഇന്ത്യൻ ലെവൽ മേക്കിംഗ്. പിന്നെ പടത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവ് ടൊവിനോ തോമസ് പറയണ്ട. ഇപ്പം ആൾ അങ്ങ് വല്ലാത്തൊരു റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. പടത്തിലെ ആകപ്പാടുള്ള നല്ലൊരു കഥാപാത്രങ്ങളിൽ നല്ലൊരു ആശ്വാസമായി തോന്നിയത് ടൊവിനോയാണ്. ടൊവിനോയുടെ പ്രസൻസ് സിനിമയ്ക്കൊരു ശരിക്കും നല്ലൊരു നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള സിനിമയാക്കുന്ന ഒരു എനർജി സിനിമയ്ക്ക് കൊടുത്ത ടൊവിനോയുടെ പെർഫോമൻസ്. പിന്നെ ഒരുപാട് മിസ്കാസ്റ്റ് ഉണ്ട്. ഈ തൃഷയൊക്കെ എന്തിനാണ് എന്ന് അറിയില്ല. ഒരു കോൺട്രിബ്യൂഷനും കഥയ്ക്ക് കൊടുക്കാത്ത, ഒന്നിനും കൊള്ളാത്ത ഒരു റോളാണ്. പിന്നെ അതേപോലെ ആ വിനയ് എന്ന് പറയുന്ന വില്ലൻ, നമ്മളെ ക്രിസ്റ്റഫറിലൊക്കെ വന്ന പണ്ടത്തെ ചോക്ലേറ്റ് നടനായിട്ടുള്ള, തമിഴിലേക്ക് ചോക്ലേറ്റ് നടൻ ഇപ്പോൾ വില്ലനാണ്. തുപ്പരിവാളൻ മുതൽ വില്ലൻ, ഡോക്ടർ തുപ്പരിവാളൻ, ക്രിസ്റ്റഫർ,
ഇതിലേക്ക് പതിവ് വില്ലൻ. പുള്ളിക്കാരൻ്റെ ആക്ടിങ്ങും ഭയങ്കര ഒരു കണ്ട് മടുത്ത റേഞ്ചാണ്. ഒരു ഫീലില്ല, വില്ലനൊന്നും ഒരു പവറില്ല. പിന്നെ ഷമ്മി തിലകനുണ്ട്, അർച്ചന കവി വേസ്റ്റ്, പല ക്യാരക്ടേഴ്സും വേസ്റ്റാണ്. അജു വർഗീസ്, ഇവരൊക്കെ എന്തിനാണെന്നറിയില്ല, കഥയിലൊന്നും ഇവരൊന്നും ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പോൾ മൊത്തത്തിൽ പടം ഒരു പവർഫുൾ അല്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് പോയി. ഒരിക്കലും ഒരു റിപ്പീറ്റ് വാച്ചിനും പറ്റാത്ത ഒരു സിനിമയാണ് ഐഡൻറ്റിറ്റി. എന്നെ ഒരു കാരണവശാലും ഞാൻ ആ സിനിമ വീണ്ടും കാണില്ല. എനിക്കത് കണ്ട് വീണ്ടും ഒന്നുകൂടെ വട്ടാവാൻ വയ്യ. ഈ സമയമുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സിനിമ കാണാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് ആ സിനിമ കാണുമ്പോൾ തോന്നുന്നത്. പടം മോശമാണോ എന്ന് ചോദിച്ചാൽ മോശമല്ല, നല്ല രീതിയിൽ എന്തോ ചെയ്യാൻ ശ്രമിച്ചു, കയ്യിൽ നിന്ന് പോയ അവസ്ഥ, അതാണ് ഐഡൻറ്റിറ്റി. പക്ഷേ മേക്കിംഗ് ഞാൻ പറഞ്ഞല്ലോ, മലയാളത്തിൽ 2025 ആ മേക്കിങ്ങിൻ്റെ ക്വാളിറ്റിയിൽ വളരെ മുന്നിൽ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അതൊക്കെ ആ ടൈറ്റിൽ, ആ ഫസ്റ്റ് ഒരു നന്ദി കാണിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ടൈറ്റിൽ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സിനിമയുടെ ഇത് മനസ്സിലാവും. പക്ഷേ കവി ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവാത്ത ഒരവസ്ഥ, അതാണ് ഐഡൻറ്റിറ്റി. നിങ്ങൾ കണ്ടാലും ടോട്ടലി കൺഫ്യൂസ്ഡ് ആകുന്ന ഒരവസ്ഥ. തിയേറ്ററിൽ നിന്ന് പാതി വട്ടായിട്ട് ഇറങ്ങി വരാം. സ്ത്രീകൾക്കും കൊച്ചുകുട്ടികൾക്കൊന്നും യാതൊരു വിധത്തിലും സിനിമ പെട്ടെന്ന് തിരിയുന്ന യാതൊരു കാര്യവും അതിൻ്റെ അകത്തില്ല. അങ്ങനെയുള്ളൊരു സിനിമയാണ് ഐഡൻറ്റിറ്റി.